ഹലോ അർച്ചന, ഞാൻ അഖിലാണേ. മനസ്സിലായോ എന്നെ? ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ഇതാരാ? ഞാൻ നിന്റെ കൂടെ കോളേജിൽ പഠിച്ചിരുന്നു. നീ മറന്നോ? എടാ, നീ ആയിരുന്നാ? പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. നിന്നെ ഞാൻ ഇന്ന് രാവിലെ ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടു. ഞാൻ ബസ്സിലിരിക്കുകയായിരുന്നു. ആണോ? ഞാൻ ക്ലാസ്സിൽ പോയതാ. നല്ല ഭംഗിയുണ്ടായിരുന്നു ഇന്ന് നിന്നെ കാണാൻ. ആണോ? താങ്ക് യു. എൻ്റെ നമ്പർ എങ്ങനെ കിട്ടി? നമ്മുടെ കൂടെ പഠിച്ച അശ്വതി, അവള് തന്നു. ആണോ? അവളോട് ഞാൻ അങ്ങനെ ഇപ്പം സംസാരിക്കാറില്ല. അവള് പറഞ്ഞു ഇത് പഴയ നമ്പറാണ്, ഇപ്പം നീയുമായി കോണ്ടാക്റ്റ് ഇല്ലെന്ന കാര്യം. ഇന്ന് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നിന്നെ കാലിൽ ആ സ്കേർട്ട് കിടക്കുന്നത് കാണാൻ അടിപൊളിയായിരുന്നു. പഴയ വായനോട്ട് എപ്പോഴും മാറിയിട്ടില്ല അല്ലേ? അതൊക്കെ അങ്ങനെ പെട്ടെന്നൊന്നും മാറില്ല. കോളേജിൽ പഠിക്കുമ്പോഴേ നിന്റെ കണ്ണുകൾ നമ്മുടെ പല സ്ഥലത്തും പോകുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒരു രസമാണ്. നാണം എന്നൊരു സാധനം അടുത്തൂടെ പോയിട്ടില്ല അല്ലേ? എല്ലാവരും നോക്കും. ചിലര് നോക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ നോക്കുന്നത് നിങ്ങൾ കണ്ടു. അത്രേ ഉള്ളൂ വ്യത്യാസം. മുൻപ് നിങ്ങൾ ബസ്സിന് നിൽക്കുമ്പോൾ നമ്മൾ പുറകിലല്ലേ നിൽക്കുന്നത്. നമ്മളെല്ലാവരും നിങ്ങളുടെ ബാഗ് നോക്കാറുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാവരും കണക്കാ. നല്ല ഫിറ്റ് ചുരിദാറല്ലേ നിങ്ങളിടുന്ന. അങ്ങനെയൊക്കെ ഇട്ട് വന്ന് മുന്നിൽ നിന്നാൽ ആരായാലും ഒന്ന് നോക്കും. എടാ, നമ്മുടെ കൂടെ പഠിച്ച അമലിനെ ഓർമ്മയുണ്ടോ? അമലിനെ മറക്കുമോ? അവനല്ലേ ബോർഡിൽ നോട്ട്സ് എഴുതിയിടുന്നത്. നന്നായി പഠിക്കുന്ന പയ്യനായതുകൊണ്ട് കുറച്ച് പെൺകുട്ടികൾ അവൻ്റെ പുറകെ നടന്നതാ. അതെ, അവൻ തന്നെ. അവൻ കാണാൻ മാന്യനാണെങ്കിലും ആളത്ര ശരിയല്ല. അതെന്താ? നീ ആരോടും പറയരുത്. ഇല്ല, ഞാൻ നമ്മുടെ കൂടെ പഠിച്ച ആരോടും ഇപ്പം കമ്പനിയില്ല, ആരുടെയും നമ്പറും ഇല്ല. ഞാൻ ആരോടും പറയില്ല. നീ എന്താ കാര്യം? ഒരു തവണ ബസ്സിൽ അവൻ എൻ്റെ അടുത്താണ് നിന്നത്. നല്ല തിരക്കായിരുന്നു ബസ്. ഇടയ്ക്ക് വെച്ച് നല്ല മഴ വന്നപ്പം ബസ്സിൻ്റെ വിൻഡോ എല്ലാവരും അടച്ചു. കുറച്ച് സമയം കഴിഞ്ഞപ്പം ആരോ എന്നെ തൊട്ടു. പെട്ടെന്ന് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അതിവനായിരുന്നു. ഞാൻ നോക്കിയ ഉടൻ അവൻ കൈയെടുത്തു. അവനെ എവിടെ തൊട്ടു? എടാ പട്ടി, ബാക്കില്. എടി എവിടെയാണെന്ന് പറ, എന്നാലല്ലേ മനസ്സിലാവുകയുള്ളൂ. പോട പട്ടി, അതെന്റെ വായിൽ നിന്ന് നിനക്ക് കേൾക്കണം, അതിനുവേണ്ടിയല്ലേ? ഇല്ലടി, എനിക്ക് മനസ്സിലായില്ല, അതാ ചോദിക്കുന്നേ. എടാ പൊട്ട, നീ നേരത്തെ പറഞ്ഞില്ലേ ബസ്സിന് നിൽക്കുമ്പോൾ നോക്കുന്ന? അവിടെ തന്നെയാ. ശരി, മനസ്സിലായി. ബാക്കി പറ. ആദ്യം നിനക്ക് ആദ്യമേ മനസ്സിലായെന്ന കാര്യം എനിക്കറിയാം. ബാക്കിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്ഥലമൊന്നുമില്ലല്ലോ. അത് ശരിയാ. ബാക്കി പറ. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവനായിരുന്നു. എനിക്ക് അതിശയമായിപ്പോയി. അവനിൽ നിന്നും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു അത്. കേട്ടപ്പോൾ എനിക്കും അതിശയം തോന്നുന്നു. എനിക്കും അതേടാ. ക്ലാസ് നന്നായി പഠിക്കും, എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പയ്യൻ. അവനിൽ നിന്നും അങ്ങനെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ കുറച്ചു സമയം സ്റ്റക്കായി നിന്നു ഞാൻ. എന്നിട്ട് എന്തുണ്ടായി? ആദ്യം ഒരു തവണ തൊട്ടു. ഞാൻ ജസ്റ്റ് അവനെ നോക്കി. ഞാനൊന്നും പറഞ്ഞില്ല. ഞാൻ ആ ഒരു അതിശയത്തിൽ നിന്നപ്പോൾ വീണ്ടും അതേ കാര്യം അവൻ ചെയ്തു. വീണ്ടും ശ്രമിച്ചപ്പം ഞാൻ കയ്യിൽ പിടിച്ചു മാറ്റി. പിന്നെ ഒന്നും ഉണ്ടായില്ല. നീ ഏത് ഡ്രസ്സായിരുന്നു അന്ന്? നിനക്ക് അതറിയാൻ താല്പര്യമല്ലേ? അന്ന് ഞാനൊരു ചുരിദാറായിരുന്നു. അവൻ്റെ ഭാഗ്യമടി. പോട പട്ടി. പിന്നെ ക്ലാസ്സിൽ വെച്ചൊക്കെ എൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ പേടിയായിരുന്നു അവന്. എൻ്റെ മുന്നിൽ പെടാതെ നടക്കുമായിരുന്നു അവൻ. നീ ആരുടെങ്കിലും പറയുമോ എന്ന പേടി അവനുണ്ടായിരുന്നു കാണാം. അതെ, നല്ല പേടിയായിരുന്നു. പിന്നീട് അവന് ഒരു തവണ എൻ്റെ അടുത്ത് കിട്ടി. ഞാൻ പറഞ്ഞു, അന്നത്തെ കാര്യം ഞാൻ എല്ലാവരോടും പറയാൻ പോകുന്നു പറഞ്ഞു. എന്നിട്ടെന്തുണ്ടായി? പാവം നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചു പോയതാണ് എന്നൊക്കെ പറഞ്ഞ് സോറി പറഞ്ഞു. എനിക്ക് പാവം തോന്നി. ഞാൻ പിന്നെ ആ കാര്യം ആരോടും പറഞ്ഞില്ല. നീ എവിടെയാടാ ഇപ്പം നിൽക്കുന്നത്? ഞാനിപ്പോൾ ടെറസിൽ നിൽക്കുക. ടെറസിൽ എന്താ പണി? ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. അങ്ങനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ടെറസിൽ വന്നതാ. അപ്പോഴാ നിന്റെ കോൾ വന്നത്. ഓക്കെ. നീ ഇപ്പോൾ ഏത് ഡ്രസ്സിലാണ് നിൽക്കുന്നത്? നിനക്ക് എന്തൊക്കെ അറിയണം? പറയടി, അത് അറിഞ്ഞിട്ട് നിന്നോട് സംസാരിക്കാൻ നല്ല രസമായിരിക്കും. ഞാൻ ഇന്ന് രാവിലെ കണ്ട ഡ്രസ്സ് തന്നെയാ, സ്കേർട്ടും ടോപ്പും. ഇപ്പോൾ ആ കാലിൽ സ്കേർട്ട് കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ആയിരിക്കും. നല്ല കാറ്റാണിവിടെ. സ്കേർട്ട് കാലിൽ കിടന്ന് അടിക്കുക. വാവ്, അത് നല്ല ലുക്കാണ്. സ്കേർട്ട് കാലിൽ കിടന്ന് അടിക്കുന്നതും ഒട്ടിപ്പിടിക്കുന്നതും കാണാൻ. നിന്റെ കല്യാണം എന്തായി? ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഉടനെ ഒരു കല്യാണം കഴിക്കാൻ നോക്ക്. നോക്കുന്നിടി, പക്ഷെ ഒന്നും ശരിയാവുന്നില്ല. നിന്റെ നോട്ടം ശരിയല്ല, അതാ ഒന്നും ശരിയാവാത്തത്. അത് ശരിയാ, ഞാൻ അതൊക്കെയാണ് നോക്കുന്നത്.
ആ കാര്യങ്ങളിൽ കുറേ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. എല്ലാം കല്യാണം കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. ഉടനെ നോക്ക്. സമയം കഴിയുന്തോറും ആഗ്രഹങ്ങൾ കുറയും. അത് ശരിയാ. നീ സാരി ഉടുത്തു തുടങ്ങിയടി? ഞാൻ ഉടുക്കാറുണ്ട്. ഉടുക്കാൻ കുറച്ച് സമയം എടുക്കുമെന്ന് മാത്രം. കാണിക്കൂ എന്തെങ്കിലും. പിന്നെ കാണിക്കാതെ. വല്ലപ്പോഴും സാരി ഉടുക്കുന്നതൊക്കെ ആഗ്രഹിച്ചാണ്. നിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി പറ. നിന്റെ സാരി ഫോട്ടോസ് ഉണ്ടോയെന്ന് നോക്കട്ടെ. ID വാട്സപ്പിൽ അയച്ചു. നോക്ക്. ഓക്കെ, ഞാൻ നോക്കട്ടെ. ഉം. അടിപൊളിയാണല്ലോടി. നീ സാരി നന്നായി ഉടുത്തിട്ടുണ്ട്. സോഫ്റ്റ് സാരി ആയതുകൊണ്ട് ശരീരത്ത് സാരി നന്നായി ചേർന്ന് എല്ലാം നല്ല ഭംഗിയായി ഇരിപ്പുണ്ട്. എനിക്ക് സാരി നന്നായി ചേരും. ഉടുക്കാനാണ് കഷ്ടപ്പാട്. സാരി നന്നായി ചേരുമെന്ന് ഈ ഫോട്ടോ കാണുമ്പോൾ മനസ്സിലാക്കും. സാരിയിൽ നിന്നെ കാണുമ്പോൾ ആർക്കായാലും ഒരു ആഗ്രഹമൊക്കെ തോന്നും. പോട പട്ടി. എടാ, എനിക്ക് ഇത്രയും നന്നായിട്ട് സാരി ഉടുക്കാൻ പഠിപ്പിച്ചു തന്നത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു ചേച്ചിയാണ്. ആണോ? ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോവും. ചേച്ചി സാരി നന്നായി ഉടുപ്പിച്ചു തരും. പക്ഷേ ചേച്ചിയുടെ ഒരു പ്രശ്നം, നന്നായിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എവിടെങ്കിലുമൊക്കെ തൊടും. ചേച്ചി ആള് കൊള്ളാലോ. സാരി ഉടുപ്പിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് തൊടാറുണ്ട്. ആദ്യമൊന്നും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല കമ്പനി ആയത് മുതൽ ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടാണ്. നിനക്കിഷ്ടാണോ അവര് തൊടുന്നത്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും തോന്നാറില്ല. നല്ല മൂഡാണെങ്കിൽ പ്രോബ്ലം ഇല്ല. എവിടെയെങ്കിലും അത്യാവശ്യത്തിന് പോവാനായിട്ട് പോകുമ്പോൾ ഇഷ്ടമല്ല. പെട്ടെന്നൊന്ന് ഉടുത്തു തന്നെങ്കിൽ മതിയായിരുന്നു എന്ന് തോന്നും. ചേച്ചി പറയാറുണ്ട്, നിനക്ക് സാരി ഉടുപ്പിക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടാന്ന്. സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ടെന്നൊക്കെ. അടിപൊളി. നിനക്ക് സാരി നന്നായി ചേരുന്ന കാര്യം എനിക്കും ഫോട്ടോ കണ്ടപ്പോൾ മനസ്സിലായി. നിന്റെ വീടിന്റെ അടുത്തുള്ള ചേച്ചിയാണോ? അതൊന്നും പറയില്ല. അവർക്ക് നല്ല മോഡലിൽ സാരി ഉടുപ്പിക്കാൻ അറിയാം. അതിൽ പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ടല്ലേ? പിന്നെ ഒരുപാട്. ഒരു തവണ ഒരു കല്യാണ വീട്ടിൽ സദ്യ കഴിക്കാനുള്ള തിരക്കിൽ നിൽക്കുമ്പോൾ ഒരനുഭവമുണ്ട്. അന്ന് എന്തുണ്ടായി? അന്ന് സദ്യ കഴിക്കാനായി ഡോറിന്റെ അടുത്ത് നിന്നു. ഓക്കെ. ഡോർ അടച്ചിട്ടിരിക്കുമായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഓക്കെ. പുറകിൽ നിന്ന് ആരോ തള്ളിയപ്പോൾ നല്ല ഞെരുക്കമായി. എന്റെ ബാക്കിലൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, വേറെ വഴിയില്ല, ബാക്കിലോട്ട് നീങ്ങാൻ സ്ഥലമില്ല, അതാ ഇങ്ങനെ നിൽക്കുന്നത്. ഓക്കെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രോബ്ലം ഇല്ല, നല്ല തിരക്കല്ലേ. അടിപൊളി. ബാക്കി പറ. ഞങ്ങൾ പരസ്പരം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ ആരോ എൻ്റെ സ്കേർട്ടിൽ പിടിച്ചു. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ അത് അയാളുടെ കൈയായിരുന്നു. എന്നിട്ട് ഉടനെ അയാൾ എന്നോട് ചോദിച്ചു, സ്കേർട്ടാണോ കൂടുതലും ഇടാറ്? ഞാൻ പറഞ്ഞു, എല്ലാം ഇടാറുണ്ട്. എന്നിട്ട് എന്തുണ്ടായത്? പിന്നെ സ്കേർട്ടിന്റെ തുണി കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അയാൾ തൊടുന്നുണ്ടായിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല? ആ സമയം എന്ത് തീരുമാനം എടുക്കണം എന്നറിയാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. അടിപൊളി. ബാക്കി പറ. ബാക്കി എന്താ, പ്രത്യേകിച്ച് തീരുമാനമൊന്നും എടുത്തില്ല ഞാൻ. അയാളുടെ ഭാഗ്യം. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഡോറ് തുറന്നു. ഫുഡ് കഴിക്കാനായി പോയി ഇരുന്നപ്പോഴായിരുന്നു എൻ്റെ ചിന്തകളൊക്കെ മാറിയത്. അതെന്താ? ഒന്നുമില്ല. പറ. ഇത്രയും പറഞ്ഞില്ലേ, പിന്നെ അതുകൂടി പറഞ്ഞാൽ എന്താ? നോ പറയാമായിരുന്നു എന്ന് തോന്നി. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സമയം ആ ചേട്ടനെ നീ ഇഷ്ടപ്പെട്ടു. ആ സമയം ശരിയായ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അത് ഓർത്ത് ദുഃഖിക്കും. ഇതെൻ്റെ വലിയൊരു പ്രോബ്ലമാണ്. അത് നിൻ്റെ മാത്രം പ്രശ്നമല്ല, നിൻ്റെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. പലർക്കും പല രീതിയിലാണ് ആ ഹോർമോൺ ഉള്ളത്. ആ ഹോർമോണിൻ്റെ വ്യത്യാസം അനുസരിച്ച് തീരുമാനങ്ങളും മാറും. എനിക്കറിയില്ല. എന്തായാലും അങ്ങനൊരു സംഭവം അന്നുണ്ടായി. എടി, നിൻ്റെ ഫോട്ടോസ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇപ്പോഴും നീ അത് നോക്കിക്കൊണ്ടിരിക്കുവാണോ? എനിക്ക് ഇന്നത്തേക്ക് നിൻ്റെ ഈ ഫോട്ടോസ് മതി. പോട തെണ്ടി. സെർച്ച് ചെയ്താൽ നല്ല ആക്ട്രസിൻ്റെ ഫോട്ടോസ് കിട്ടും. അത് നോക്കിയിരുന്നോ? നേരിട്ട് അറിയാവുന്നവരുടെ ഫോട്ടോസ് കാണുന്നത് പോലെയല്ല ആക്ട്രസിൻ്റെ ഫോട്ടോസ് കാണുന്നത്. നിനക്ക് എന്തിൻ്റെ കേടാണ്? നീ ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്തത് ആൾക്കാർ കാണാൻ വേണ്ടിയല്ലേ? കണ്ടോ കണ്ടോ, പറഞ്ഞു വരുമ്പം ഇനി ഞാനാകും കുറ്റക്കാരി. ഏത് ഫോട്ടോ നോക്കുന്നത്? ഒരു സാരി ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോ. നല്ല രസമുണ്ട് നോക്കിയിരിക്കാൻ. സോഫ്റ്റ് സാരി അല്ലേ, അപ്പം നല്ല ഭംഗി വരും. ഇഷ്ടായോ? അതെ, ഒരുപാട്.
ഞാൻ പ്രതീക്ഷിച്ചില്ല നീ ഇത്രയും സുന്ദരിയായ കാര്യം. കോളേജിൽ വെച്ച് കണ്ടതുപോലെയല്ല നീ ഇപ്പോൾ. ആണോ? പിന്നെ നിന്നെ കിട്ടുന്നവൻ്റെ ഭാഗ്യം. പോടാ അവിടുന്ന്. എടാ, ഞാൻ റെഡ് സാരി ഉടുത്ത് നിൽക്കുന്ന ഫോട്ടോയാണോ നീ നോക്കുന്നത്? അതെടി, എങ്ങനെ മനസ്സിലായി? എനിക്ക് തോന്നി ആ സാരി നല്ല സോഫ്റ്റ് തുണിയാണ്. അത് ഉടുത്തോണ്ട് നിൽക്കാനും നല്ല രസമാണ്. നല്ല തണുപ്പാണ് ആ തുണി. ആണോ? ഉടുത്തിരിക്കുമ്പോൾ ആ തുണിയുടെ തണുപ്പ് ഫീൽ ചെയ്യുമോ നിനക്ക്? തോന്നും. എടി, ഈ സാരിയിൽ നിന്റെ ബാക്ക് കാണാൻ സൂപ്പറാണ്, ഒരു രക്ഷയില്ല, സമ്മതിച്ചു ഞാൻ. ഒന്ന് പോയ അവിടുന്ന്. ഫോട്ടോ കണ്ടതെല്ലാം മതി. ഇനി കണ്ടാൽ നിനക്ക് മറ്റു പലതും കൊള്ളാമെന്ന് തോന്നും. നിന്നോട് ആരും പറഞ്ഞിട്ടില്ലത്? ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ട്. അതാ ഞാനും പറഞ്ഞത്. എടി, നമുക്ക് പാർക്കിൽ വെച്ചൊന്ന് കാണാമോ? ഏയ്, ഞാനില്ലടാ. വാടി പ്ലീസ്, ഇതേപോലെ സാരി കൊടുത്തു വാ. നോക്കാം, ഉടനെ ഒന്നും പറ്റില്ല. നീ എന്നെ നമ്പർ സേവ് ചെയ്ത് വെക്ക്, അവസരം കിട്ടുമ്പോൾ കാണാം. നമ്പർ ആദ്യമേ ഞാൻ സേവ് ചെയ്തു. ഓക്കെ, എന്നാൽ ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ഓക്കെടി, ബൈ.